എൻ്റെ അമ്മോ, സിബിനെ വലിച്ചു കീറി ചുവരിലൊട്ടിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ഒരു അടാറ് വീക്കെൻഡ് തന്നെയായിരുന്നു. വീക്കെൻഡ് ഏറ്റ് ലാലേട്ട ഏറ്റ്. എല്ലാവർക്കും കിട്ടാനുള്ളത് ഞെരിച്ച് 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 പട 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 എന്ന് പറഞ്ഞൊക്കെ കിട്ടി. വീഡിയോസ് ഒക്കെ കാണിച്ചു. സിബിന്റെ കുറെ സാധനങ്ങൾ ഗെയിം എക്സ്പോസ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ലാലേട്ടൻ സിബിന്റെ ഗെയിം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിബിന് കളിക്കാൻ പറ്റൂല. സിബിൻ കളിച്ചുകൊണ്ടിരുന്ന ഒരു സൂപ്പർ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അല്ലേ. അതിനെ ലാലേട്ടൻ ഇന്ന് പൊളിച്ചടുക്കി വിട്ടു. സിബിന്റെ ഗെയിം തീർത്തു. ഇനി സിബിൻ പുതിയൊരു ഗെയിം പ്ലാൻ മെനഞ്ഞാൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. കാരണം ഇനി സിബിൻ പറയുന്ന ആരും വിശ്വസിക്കൂല. സിബിന്റെ മാനിപ്പുലേഷൻ ഗെയിം, കുത്തിത്തിരിപ്പ് ഗെയിം, ഇല്ലാവചനം പറയൽ ഗെയിം, അല്ലെങ്കിൽ ഇതെല്ലാം ലാലേട്ടൻ പൊളിച്ചു വിട്ടു. സിബിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അത് സിബിന്റെ ഗെയിമാണ്. ലാലേട്ടൻ ഇതിനെ പൊളിച്ചുകൂടി വിട്ടപ്പോൾ ഗെയിം തകർന്ന് ആകെ മൊത്തമായിരിക്കും. സിബിനെ വലിച്ചു കീറി ചുവരിലൊട്ടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിന് ഇനി ഒരു മറുത്തൊരക്ഷരം പറയാനില്ല. ആ ലെവലിലാണ് ലാലേട്ടൻ വലിച്ചു കീറി ഒട്ടിച്ചത്. അത് മാത്രമല്ല, നോറയ്ക്ക് ഇന്ന് നീതി വാങ്ങിച്ചു കൊടുക്കും പോലെ നോറയെ ആരും കേൾക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നോറയ്ക്ക്. അപ്പൊ ആ പരാതി ലാലേട്ടൻ തീർത്തു കൊടുത്തോലെ എനിക്ക് തോന്നി. നോറയെ വിളിച്ചത് എന്താണ് നോറ പറയാനുള്ളത്, നിനക്ക് എന്താ അവിടെ ചെയ്യണം, നിനക്ക് എന്താ അവിടെ ചെയ്യണം, എന്ത് ശിക്ഷ കൊടുക്കണം, എന്ത് ചെയ്യണം, അത് ചെയ്യണോ. അപ്പൊ അങ്ങനെ നോറയിലേക്ക് കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നോറയ്ക്ക് എന്താണോ എന്നുള്ളത് നോറയ്ക്ക് കുറച്ചുകൂടി ഒരു സ്പേസ് കൊടുക്കും പോലെയാണ് എനിക്ക് തോന്നി. കാരണം നോറ നിങ്ങൾക്ക് അറിയായിരിക്കും, തുടക്കത്തിൽ വീക്ക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ പൊട്ടൻഷ്യലായിട്ട് കളിക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. വളരെ ദൂരം മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട് നോറയുടെ ഇപ്പോഴത്തെ ഒരു ഗെയിം വെച്ച്. കാരണം ഇമോഷണലി ഇപ്പം മാറിയിട്ട് ഇപ്പം ആദ്യം പിടിച്ച് വേറെ ഇപ്പം ഗ്രഡ്ജി പിടിച്ചൊരു വേറൊരു കളിയാണ് കളിക്കുന്നത്. അപ്പം ആ കളി നല്ലൊരു വേണം. അപ്പം അതിനെ കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം. മനസ്സിലാവും. അപ്പം അത് ലാലേട്ടൻ ബൂസ്റ്റപ്പ് ചെയ്ത് കത്തിച്ച് വിട്ട പോലെ എനിക്ക് തോന്നി. പിന്നെ അതിനുശേഷം ലാലേട്ടൻ ജാസ്മിന് ഈ പറഞ്ഞ കണക്ക് സിബിനെ കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ അവിടെ ന്യായം വരേണ്ടത് ജാസ്മിനാണ്. പൊതുവെ അങ്ങനെയാണ്. പക്ഷേ ജാസ്മിന് ന്യായം വാങ്ങിച്ചു കൊടുത്തതൊക്കെ ഓക്കെ. പക്ഷെ ഇത് കൂടിപ്പോയില്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ജാസ്മിൻ ഒന്നും ചെയ്തിട്ടില്ല. ജാസ്മിൻ നല്ലവളും സിബിൻ അഴുക്കൈ, അങ്ങനെ ചീത്തയും അതുപോലെ ആക്കി കളഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നത് സിബിൻ ചെയ്തത് തെറ്റാണെങ്കിൽ ജാസ്മിൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. ജാസ്മിൻ ചെയ്തത് തെറ്റാണെങ്കിൽ സിബിൻ ചെയ്തതും തെറ്റ് തന്നെയാണ്. അല്ലാതെ ഒരാൾ, പക്ഷേ ജാസ്മിനെ കൂടെ കുറച്ച് പറയണമായിരുന്നു. കാരണം ജാസ്മിൻ ഒന്നും ചെയ്യാതെ ഇരുന്ന ആളല്ല. ഒന്നും ജാസ്മിൻ പറയാതെയോ വേർഡ്സ് യൂസ് ചെയ്യാതെയോ മിണ്ടാതെ ഇരുന്ന ആളല്ല. ജാസ്മിനും അങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിബിൻ തന്നെയാണ് ഏറ്റവും മോശമായിട്ട് പറഞ്ഞതും കൂടുതൽ പറഞ്ഞതും അതിൽ വിട്ട് പറഞ്ഞതും ഒക്കെ സിബിൻ തന്നെയാണ്. പക്ഷേ ജാസ്മിനും ഒന്നും പറയാതെ ഇരുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ജാസ്മിനും കൂടി 1-2 വാണിങ്സ് കൊടുക്കാമായിരുന്നു. സിബിന് കൊടുത്ത അത്രയ്ക്കും ഇത് കൊടുക്കണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി വാണിങ് ഈ പറയുന്ന ജാസ്മിന് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നിട്ട് ബ്രേക്ക് കഴിഞ്ഞ് വന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ആരുടെ കൂടെ ഇല്ലേ, ഞാൻ ഇതിൻ്റെ ഒരു ആങ്കർ മാത്രമാണേ എന്നെല്ലാം പറഞ്ഞു. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഈ സീസണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ലാലേട്ടനെയാണ്. കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലോട്ട് ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക ആങ്കറിങ് ഉയർന്നു. കാരണം കണ്ടസ്റ്റൻസിനെയൊക്കെ നിർത്തിപ്പൊരിക്കുന്നുണ്ട്. മറ്റേതിലായി എന്താ മോനെ ഏതാ മോനെ എന്നുള്ളത് ഇപ്പം മോനും മക്കളൊന്നുമില്ലടാ, പറ്റണമെങ്കിൽ ഇറങ്ങിപ്പോടാ, വാടാ, നിനക്ക് എന്താണ് പ്രശ്നം, നിന്റെ ഗെയിം ഇതല്ലേടാ, വീഡിയോ കാണിച്ചാലാടാ പറഞ്ഞാൽ വേറെ ഒരു ലെവൽ തീ. ലാലേട്ടനാണ് എനിക്ക് ഈ സീസണിൽ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ തന്നെ പോകണം ലാലേട്ട. അടുത്തുള്ള വീക്കെൻഡുകളെല്ലാം സൂപ്പറായിരുന്നു. ജാൻമണിയുടെ എവിക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കരഞ്ഞ് മെഴുകി. അത് ജാൻമണിയുടെ ഇമോഷൻ ആണോ എന്നൊന്നും എനിക്കല്ല. പക്ഷേ മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഇന്ന് വരെ ഔട്ടായിട്ട് ഇത്രയും കരഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ടോ? കാരണം എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഇവിടെ നിൽക്കണം, ഞാൻ പൊയ്ക്കോട്ടെ. ജാൻമണി ചോദിക്കണം, ലാലേട്ട ഞാൻ പൊയ്ക്കോട്ടെ, എന്നെ തിരിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ വീട്ടിൽ കയറ്റി വിടോ, എനിക്ക് പോകണം ലാലേട്ട, എനിക്ക് ഗെയിം കളിക്കണം ലാലേട്ട എന്ന് പറയും. അപ്പോൾ ഇത്രയും എനിക്ക് പൊട്ടൻ ആ ഒരു സ്പിരിറ്റ് ഔട്ടായി ഇവിടെ വന്നിട്ടും ലാലേട്ട എനിക്ക് പോകണം. കാരണം ജാൻമണി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ 17 സീസണും ബിഗ് ബോസ് ഹിന്ദി കണ്ടിട്ടുള്ള ആളാണ്, എനിക്ക് എങ്ങനെ ഇത് കളിക്കണം എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ ജാൻമണി ഇപ്പം ഞാൻ പറയട്ടെ, നമ്മുടെ മലയാളം ബിഗ് ബോസിൽ സേഫ് ഗെയിമേഴ്സ് എന്ന് പറയാനായിട്ട് ഇപ്പം ഒരു 2 അല്ലെങ്കിൽ 3 പേര് മാത്രം ബിഗ് ബോസ് സീസൺ 6 ഉള്ളൂ. ബാക്കി എല്ലാവരും ഇറങ്ങി കളിക്കുന്നവരാണല്ലേ. എല്ലാവരും സൂപ്പറായിട്ട് ഇറങ്ങി കളിക്കുന്നവരാണ്. നമുക്ക് പേരെടുത്ത് പറയാൻ മാത്രം ഞാൻ 1-2 പേരുടെ പേര് ഞാൻ പറയുന്നില്ല. അവരും ബൂസ്റ്റപ്പായി വരുന്നത്. എന്നാലും ചുമ്മാ ചത്തുകുത്തി ഇരിക്കുന്ന ആരും ബിഗ് ബോസ് സീസൺ 6 ഇല്ല. സീസൺ 5 കേസ് പറയുമ്പം ഒത്തിരി പേരെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഇന്നയാളെങ്കിൽ മറ്റൊരു ദിവസം ഇന്നയാൾ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇവർ കണ്ടന്റ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. എല്ലാവരും പൊട്ടൻഷ്യൽ ഉള്ളവരാണ്. ഈ പറഞ്ഞ പോലെ ഒരു അൺപ്രഡിക്റ്റബിൾ വിന്നർ ആയിരിക്കും ഇത്തവണത്തെ സീസൺ 6. കാരണം അത്ര സൂപ്പറാണ്. കഴിഞ്ഞ സീസണൊക്കെ 25 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആരാണ് വിന്നർ എന്ന് നമുക്ക് മനസ്സിലായി. അതിന് മുന്നത്തെ സീസൺ 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. സീസൺ 3 ഒരു സെക്കൻഡ് വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ.
സീസൺ 2 ഒരു തേർഡ് വീക്ക് ആണ്. പക്ഷേ ഈ സീസണിൽ നമുക്ക് ഈ നിമിഷം വരെയും വിന്നിങ് ക്വാളിറ്റി ഒരാൾക്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര അടിപൊളിയായിട്ടാണ് സീസൺ മുന്നോട്ട് പോകുന്നത്. TRP ഈ ആഴ്ച വന്നാൽ നിങ്ങൾ കണ്ടായിരുന്നു, 10 പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. സീസൺ 4 നടന്ന സമയത്തൊക്കെ 7 പോയിന്റ് ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സീസൺ 5 സമയത്തും 7 പോയിന്റ്. ഇപ്പോൾ ഈ സീസൺ 6 വന്നപ്പം ഒറ്റയടിക്ക് 9 പോയിന്റ് 10 പോയിന്റ് ഒക്കെ എത്തുന്ന സീരിയലിന് കിട്ടുന്ന അത്രയും പോയിന്റാണ് TVക്ക് കിട്ടുന്നത്. അതും ഈ OTTയിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ ഇത്രയും TRP പിടിച്ചടക്കിക്കൊണ്ട് ഷോ മുന്നോട്ട് പോകുന്ന വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ വീക്കെൻഡ് അത് എടുത്ത് പറയാനുള്ള ഒരു സംഭവം തന്നെയാണ്. ലാലേട്ടൻ്റെ ഫയറിങ്, അതിപ്പോൾ ശരിയായിട്ടുള്ള കാര്യത്തിനായിക്കോട്ടെ തെറ്റായിട്ടുള്ള കാര്യത്തിനായിക്കോട്ടെ, ലാലേട്ടൻ്റെ ആ ഫയറിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹാറ്റ്സ് ഓഫ്. ലൈക്ക് നമ്മുടെ സൽമാൻ സാറിനെ പോലെ ഉണരുകയാണ്. കമൽ ഹാസൻ സാറിനെ പോലും ഞാൻ ഇത്ര കളിപ്പാട്ട് കണ്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ലാലേട്ട നിങ്ങൾ മുത്താണ് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വൈകിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഡേ 41 ബിഗ് ബോസ് സീസൺ 6 ഏപ്രിൽ 21 വീക്കെൻഡിന്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ബെൽ ഐക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നതിന് കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും Instagram പേജ് ഫോളോ ചെയ്താൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അങ്ങനെ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ചില ആൾക്കാരുണ്ട് മരത്തിൽ കയറി ഇരുന്നിട്ട്. പവർ റൂമിനകത്ത് കയറി ഇരുന്നിട്ട് കുറേ പേര് ആ റൂം തന്നെ പൂട്ടി പരീക്ഷിച്ച് നോക്കി. ആരൊക്കെയാണ് പൂട്ടി പരീക്ഷിച്ച് നോക്കിയത്? എന്താണ് നിങ്ങൾ ബിഗ് ബോസിനെ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണോ എന്ന് ഫസ്റ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശരണ്യ പറഞ്ഞു, അല്ല ലാലേട്ട, അത് ആദ്യം നമ്മൾ പറഞ്ഞു നോക്കി അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അടുത്ത് ജിൻഡു, അത് നമ്മൾ ഞാനും കൂടെ എന്നാ പറഞ്ഞത്, പിന്നെ ഒന്ന് നോക്കിയതായിരിക്കും അവർ. അപ്പോൾ സിബിൻ പറയണം, അല്ല ലാലേട്ട, നമ്മളിത് എങ്ങനെ ഉപയോഗിക്കണോ നോക്കിയതാണ് എന്നാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾ ബിഗ് ബോസിനെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, പിന്നെ വീണ്ടും നിങ്ങൾ എന്തിനു നോക്കുന്നത്? ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ പോരെ, ഇത് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അതുകൊണ്ടാണ്. അതിനുശേഷം ലാലേട്ടൻ നോറയെ പൊക്കുന്നു. അപ്പോഴാണ് നോറയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. അതായത് നന്ദിനി കുട്ടിയായിട്ട് തകർത്തതാല നോറയാണല്ലേ, ആ നോറ പൊളിയായിരുന്നു, ആ മൂവി കാണാതെ പോലും സൂപ്പറായിട്ട് ചെയ്തു. എന്നിട്ട് നോറ എന്തൊക്കെയോ സത്യങ്ങൾ പറയാനോട് ആരൊക്കെയോ സമ്മതിച്ചില്ല എന്ന് പറയുന്നു. എന്താ അത്? ലാലേട്ടൻ ഞാൻ ക്യാരക്ടറായിട്ട് നിന്ന സമയത്ത് ഞാൻ ശരണേച്ചിനെ കുറിച്ചും ജാൻമണിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷേ എന്നെ അതിന് സമ്മതിച്ചില്ല. എന്നെ പവർ റൂമിൻ്റെ ഈ ഒരു പവർ യൂസ് ചെയ്തുകൊണ്ട് ഈ സിബിനും ശരണ്യയും കൂടെ പോസ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ശരണ്യച്ചെടുത്ത് എഴുന്നേറ്റ് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ വാ മൂടിക്കെട്ടിയതാണ്, ഞാൻ കുറേ സത്യങ്ങൾ വിളിച്ച് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാ മൂടിക്കെട്ടിയതാണ്. അപ്പോൾ ചോദിക്കണം, എന്താ ശരണ്യ? അത് ലാലേട്ട ബന്ധമില്ലാത്ത കാര്യങ്ങൾ നോറ പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സിബിൻ എന്താ? അത് പേഴ്സണലി ഒരുപാട് കാര്യങ്ങളോട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഹോ കൊള്ളാം, പേഴ്സണലി നിങ്ങൾ ആരുടെയും പേഴ്സണലൊന്നും പോകുന്നില്ലല്ലോ, പേഴ്സണലി ഇവിടെ വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ. നോറ പറയുന്ന കേസ് മാത്രമല്ലല്ലോ. നോറ പറഞ്ഞു, നോറയ്ക്ക് എന്താണ് ശരണ്യയെക്കുറിച്ചും ജാൻമണിയെക്കുറിച്ചും ആ നിമിഷം പറയാമെന്ന സംഭവം എന്താണ്? സ്പേസ് കൊടുക്കുകയാണ്. നോറ പറയണം, എനിക്ക് ജാൻമണിയോട് ഗ്രഡ്ജ് ഉണ്ടെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മുമ്പത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും ഇവിടെ എല്ലാവരും കൂട്ടിക്കൊടുക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് അവരുടെ പേര് ഇപ്പം മിണ്ടാനേ പറ്റൂല. അവർ തെറ്റ് ചെയ്താൽ പോലും ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗ്രഡ്ജാണ്, ഞാൻ അവരെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് വിലക്കാണ്, അവരടുത്ത് മിണ്ടാൻ പോരുത്, സംസാരിക്കാൻ പോരുത്, അവരെ ടാർഗറ്റ് ചെയ്തത്. എല്ലാവരും എൻ്റെ വാ മൂടിക്കെട്ടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഒരു 2-3 പേര് ഒഴിച്ച്. ശരണ്യയുടെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാലേട്ട ശരണ്യ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം എൻ്റെ കൂടെ എന്നിട്ട് ഗബ്രി ഇപ്പം എൻ്റെ അടുത്ത് എന്നതിന് ശേഷം പേടി അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അത് പറയൂല. പ്രതികരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് അടിയാവുന്ന സമയത്ത് നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ്. അപ്പോൾ ശരണ്യ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൈവെക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്തിന് കൈവെക്കുന്ന? എന്തിന്? നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നോറ വന്ന് നിങ്ങളടുത്ത് ചോദിച്ചില്ലേ, പറയാമെന്ന്. അപ്പം നിങ്ങൾ പറയണമായിരുന്നു. അപ്പം നോറയെ പോസാക്കി നിർത്തിയില്ലേ, അപ്പം ഞാൻ നിങ്ങളെ പോസാക്കുന്നു, അവിടെ ഒന്നും മിണ്ടണ്ട, ശരണ്യ റണ്ണാക്കി കൊടുക്കുന്നു. അപ്പം എനിക്കത് കണ്ടപ്പോഴത്തേക്കും ലാലേട്ടൻ ഫയർ ആവുന്നില്ലേ. പക്ഷേ നോറയ്ക്ക് അവിടെ ഒരു സ്പേസ് കൊടുത്തെന്ന് ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ തോന്നി. അടുത്ത് മെലോഡ്രാമ സൂപ്പർ ആയിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. പിന്നെ അവിടുത്തെ ജഡ്ജ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ജാസ്മിനെ നിങ്ങൾക്ക് തന്നെയായിരുന്നു, നിങ്ങളുടെ ടീമിന് തന്നെയായിരുന്നു അത് കിട്ടേണ്ടിയിരുന്നത്. അപ്പോൾ ജാസ്മിൻ അല്ല, സൂപ്പറായിട്ട് നമ്മളെക്കാലം പെർഫോം ചെയ്തത് ഡെൻ ആയിരുന്നു. അപ്പോൾ ശരണ്യ പറഞ്ഞു, അത് ലാലേട്ട ഇവരുടെ മ്യൂസിക്, BGM, പ്ലാനിങ്, പിന്നെ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ലാലേട്ടൻ പറയാണ്, നിങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പ്രീ പ്ലാൻഡ് ആയിട്ടാണ് അത് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റുമോ? കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഈ അഭിപ്രായമല്ല, അവർ പറയുന്നത് ഡെന്നിന് കൊടുക്കണമെന്നാണ്. അപ്പം ഡെൻ അയ്യോ സൂപ്പർ, അയ്യോ നമ്മൾ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ, അർജുൻ, അപ്സര, പിന്നെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ഒരാളുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 4 പേരോട് ചോദിച്ചാൽ അയ്യോ നമ്മളെ തന്നെ അടിപൊളിയാക്കി പറഞ്ഞു എന്നുള്ള ലെവലിൽ അവർ എഴുന്നേക്കുന്നു. അപ്പോൾ ശരണ്യ, അപ്പോൾ അടുത്ത സിബിൻ പറഞ്ഞു, നല്ല ലാലേട്ടൻ നമ്മൾ അവരുടെ ആംഗിള്, അവരിങ്ങനെ കൊടുക്കുന്ന ആംഗിള്, പിന്നെ അവരുടെ മ്യൂസിക് എല്ലാം കൂടെ നോക്കിയിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കണം, സിബിൻ ആരടുത്തെങ്കിലും പറഞ്ഞിരുന്നോ ഡെന്ന് ജയിക്കാൻ പാടില്ല, ഡെന്നിനെ ജയിപ്പിക്കില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നോ?
സിമ്രൻ ഇല്ല. അല്ല പറഞ്ഞിരുന്നോ? പറഞ്ഞ് പവർ ടീമിന് എന്തും ചെയ്യാൻ അധികാരം ഉണ്ടെന്ന് കരുതി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ജിൻഡോ ഒരിടത്ത് പറഞ്ഞില്ലേ സിബിന്? അത് ഞാൻ പറഞ്ഞു ലാലേട്ടാ, പക്ഷേ പിന്നീട് എനിക്ക് തോന്നി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഫെയർ ആയിട്ട് മതിയെന്ന്. അപ്പോൾ പിന്നീട് നമ്മൾ ഫെയർ ആയിട്ടാണ് ചെയ്തത്. ആദ്യം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ജഡ്ജ്മെൻ്റ് ഒന്നും നമ്മൾ അങ്ങനെ ചെയ്തില്ല. മെലോ ഡ്രാമയുടെ ഫ്ലോയിൽ തന്നെയാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ മോനെ ആദ്യം അത് പറഞ്ഞില്ലേ, അപ്പോൾ തന്നെ നിങ്ങളുടെ ഫെയർ പോയില്ലേ, പിന്നെന്താണുള്ളത്? കുറ്റബോധം ഇല്ലാതെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും അത് തെറ്റാണെന്ന് തോന്നുന്നില്ല? ഈ പറയുന്ന ടണൽ ടീമിനെ വിജയിപ്പിച്ചത് നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ്? ഇല്ല ലാലേട്ടാ, തോന്നുന്നില്ല. അപ്പോൾ പറയുന്നത് അത് കുറ്റബോധമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാത്തത്. ലാലേട്ട ഒരു ആപ്പ് അടിച്ച് കുത്തിവെച്ച് കൊടുക്കുന്നു. അടുത്ത് ഋഷിയെ പൊക്കിയിട്ട് ഫുട്ബോൾ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, വേറെ ഒന്നും ചോദിക്കുന്നില്ല. സായിയെയും അഭിഷേക് ശ്രീകുമാറിനെയും പൊക്കിയിട്ട് അവരുടെ മറ്റേ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിന്നതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, വേറെ ഒന്നും പറയുന്നില്ല. അതിനുശേഷം സിബിൻ്റെ അടുത്ത് ജ്യൂസ് കുടിച്ച് സിബിൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു, ജ്യൂസ് കഷ്ടപ്പെട്ട് കുടിച്ചതിന്. അതിനുശേഷം ഈ എല്ലാത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കെൻഡ് സൂപ്പർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കൂടി 1000 പോയിന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുവാണ്. അതിനുശേഷമാണ് ലാലേട്ടൻ പറയുകയാണ് ഇവിടെ എന്താ പറയുക, ഇതെടുത്തിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണോ? ഈ 1000 പോയിന്റ്സ് എടുത്തിട്ട് അൽഫാമോ എന്തെങ്കിലും വേണോ? അപ്പോൾ ചിക്കൻ വേണോ ലാലേട്ട? ചിക്കൻ വേണം. ജിൻഡോ പറയണം വേണ്ട വേറെ ഒന്നും വേണ്ട ലാലേട്ട. പറഞ്ഞു ഉള്ളത് വെച്ച് കഴിക്കും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ട ബ്രേക്കിന് പോവാണ്. അടുത്ത് ലാലേട്ടൻ വന്നിട്ട് അടുത്ത ടോപ്പിക്ക് ആംഗ്യ ഭാഷ വെച്ച് ഇവിടെ പലരും സംസാരിക്കുന്നുണ്ട്. അർജുനെ എന്താണ് ഈ ഷോയെക്കുറിച്ച്, എന്താണ് അർജുൻ്റെ അഭിപ്രായം? ഈ ഷോയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ്? അപ്പോൾ അർജുൻ പറയാണ് ഇവിടുത്തെ ഒരാളെ ജസ്റ്റൊക്കെ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അപ്സര പറഞ്ഞു ഈ ഷോയ്ക്ക് ക്വാളിറ്റി ഇല്ലാതെ അങ്ങനെയൊന്നും ഇല്ല ലാലേട്ട, ഇത് ക്വാളിറ്റി ഉള്ള ഒരു ഷോയാണ്. അപ്പോൾ ലാലേട്ടൻ പറയാണ് ക്വാളിറ്റി ഇല്ലാത്ത ആൾ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ആൾ ഇവിടെ നിൽക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തെങ്കിലും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ സിബിൻ പറയാണ്, സിബിനെ പൊക്കാണ്. സിബിനാണ് തോന്നാറുണ്ട് ലാലേട്ട, പലപ്പോഴും എനിക്കങ്ങനെ തോന്നാറുണ്ട്, വാഗ്വാദം നടക്കുന്ന സമയങ്ങളിലാണ് അങ്ങനെ. അപ്പോൾ ലാലേട്ടൻ പറയണ്ടേ നിങ്ങൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ? ക്വാളിറ്റി അവർക്കില്ല ഇവർക്കില്ല, നിങ്ങൾ ഏത് ഗണത്തിലുള്ള ക്വാളിറ്റിയിലാണ് നിങ്ങൾ പെടുന്നത്? അപ്പോൾ സിബിൻ പറയണേ ലാലേട്ടൻ അത് പറയാനുള്ളത് ഞാനല്ല. അപ്പോൾ ലാലേട്ടൻ പറയണേ ഞാൻ പറയാം, നിങ്ങൾക്ക് അതിൻ്റെ അധികാരം ഇല്ലെന്നല്ലേ പറഞ്ഞു. അപ്പം ഞാൻ പറയാം പ്ലീസ് എന്നിങ്ങനെ സിബിൻ പറയാണ്. അത് നിങ്ങൾ ഒരു മോശം ജസ്റ്റിസ് കാണിച്ചു, അത് നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ? അതെ ലാലേട്ട, മോശമായ കാര്യമാണത്. അപ്പം ലാലേട്ടൻ പറഞ്ഞു അതെ മോശമായിട്ടുള്ള കാര്യമാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. നിങ്ങൾ ഈ ഷോ കണ്ട് പഠിച്ചു വന്നവരല്ലേ, എന്നിട്ടാണോ നിങ്ങളിങ്ങനെ കാണിക്കുന്നത്? ഗബ്രി എന്താ മോനെ? അപ്പോൾ ഗബ്രി ലാലേട്ട അത് നല്ലതല്ല, ഞാനും ഒരാഴ്ച മുമ്പ് ഇങ്ങനെ കാണിച്ചു. അപ്പം മോൻ്റെ കാര്യമല്ല മോനെ, എന്താണ് ഇവിടെ എന്നിങ്ങനെ ലാലേട്ട. അപ്പം ഒരു ബേസിക് കാര്യം റെസ്പെക്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലേ നമുക്കത് തിരിച്ചു കിട്ടത്തുള്ളൂ. സിബിനെ ആരോടാണ് നേരെ അത് കാണിച്ചത്? സിബിനാണ് ഞാൻ ആരോടും ആയിട്ടല്ല ലാലേട്ട അത് കാണിച്ചത്. പിന്നെ എന്തിനു സിബിൻ പോയി ജാസ്മിൻ്റെ അടുത്ത് സോറി പറഞ്ഞു? അത് ലാലേട്ട ആ സമയത്ത് മോനെ അപ്പം ലാലേട്ട അല്ല, ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി ആ സമയത്ത് വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ സോഫയിലൊക്കെ ഇടിച്ചുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ അവിടെ വന്ന് ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മാസാണ്, ഷോ ഓഫ് ആണ് എന്നെല്ലാം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇടിച്ചത്. എൻ്റെ പൊന്നു മോനെ, മാസ്, ഷോ ഓഫ് ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ? ഇതൊക്കെ കേട്ട് മോൻ ഇപ്പം തന്നെ പ്രൊവോക്കായി അല്ല? ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം പ്രൊവോക്ക് ആവുന്നുണ്ടോ? ഇല്ല ലാലേട്ട ഇല്ല. അപ്പോൾ ജാസ്മിനെ പൊക്കി നിർത്തിയിട്ടാണ് ഇതെല്ലാം. അപ്പോൾ ജാസ്മിൻ ഭയങ്കര സന്തോഷേ പറയണേ, ജാസ്മിൻ നിങ്ങൾ ഇയാളുടെ സോറി അക്സെപ്റ്റ് ചെയ്തത് നല്ലതാണ്. ഒരു ശിക്ഷ കൊടുക്കാം, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനെ അടുത്ത ആഴ്ച ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യുന്നു. നോമിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ സിബിന് എവിടെ നിൽക്കാൻ പറ്റത്തില്ല? പവർ റൂമിൽ നിൽക്കാൻ പറ്റത്തില്ല. പവർ റൂമിൽ നിന്ന് ഔട്ട്. സിബിൻ പൊളിഞ്ഞ് സിബിൻ്റെ ഗെയിം നശിപ്പിച്ചു വിട്ടു. പക്ഷേ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ ഒരു സ്റ്റാൻഡായിട്ട് ലാലേട്ടൻ മാറുകയും ചെയ്തു. എന്നിട്ട് വീണ്ടും അടുത്ത ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ കമൻറ്റുകളാണിതെല്ലാം, ആൾക്കാർ പറയുന്നതാണിത്. അപ്പോൾ ലാലേട്ടൻ പറയണേ ജിൻഡോ ഗുസ്തി പഠിച്ചിട്ടുണ്ട്? ആ ലാലേട്ട ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ? ഇല്ല ഞാൻ ഇത് കരാട്ടെ കുങ്ഫു അതല്ല, ഗുസ്തിയുടെ ആരെയല്ലേ മോനെ ചോദിച്ചത്. പിന്നെ കാലയെ വാരി നിലത്തടിച്ചു എന്ന് പറഞ്ഞത് ആരുടെയെങ്കിലും അടുത്തൊന്ന് പഠിച്ചാണോ? അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചു അയ്യോ ഈ മറ്റേ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ സിബിന് പിന്നെ ആ ലെവലിൽ കളിക്കാൻ പറ്റില്ല, അപ്പോൾ വീട്ടുകാർ ഇവരെ പൂട്ടും. അപ്പോൾ സിബിന് എങ്ങോട്ട് കളിക്കും എന്നറിയാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ലാലേട്ട ആ ടോപ്പിക് എടുത്തത്. കാലയെ വാരി നിലത്തടിച്ചു എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് പഠിച്ചത്? ജിൻഡോ പറഞ്ഞു ഞാൻ തന്നെ അത് പറഞ്ഞതാണ് ലാലേട്ടൻ, ഞാനത് പറഞ്ഞു പോയതാണ്, എന്നെ ആരും പഠിപ്പിച്ചതെന്നല്ല. അപ്പോൾ ലാലേട്ടൻ പറയാണ് പറയിപ്പിച്ചതാണോ? അല്ല ലാലേട്ട അല്ല. സിബിനെയാണോ? അല്ല ലാലേട്ട അങ്ങനെയൊന്നും അല്ല. ആരുടെ ഐഡിയ ആയിരിക്കും ജാസ്മിനെ എന്നാലും അത്. അപ്പോൾ ജാസ്മിൻ പറയണ പുള്ളി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചു ലാലേട്ട. അപ്പോൾ അതിന് ചാടി മറിഞ്ഞുകൊണ്ട് വന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കാലേ വാരി അടിച്ചേനെന്ന് പറഞ്ഞ് അന്നേരം പ്രശ്നമാക്കിയത്. പക്ഷേ സിബിനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ജിൻഡോ കാക്കാനെ ഉപദേശിക്കാറുണ്ട്, പക്ഷേ ഈ കേസ് എനിക്ക് അറിയില്ല. അപ്പം നോറ പറയണം ജിൻഡോ ചെയ്യുന്ന പലതും പവർ ടീം ഒതുക്കി തീർക്കുന്നുണ്ട്.
എന്തിനു വേണ്ടി ഒതുക്കി തീർക്കുന്നു. പൂജ പറയാണ് ഇവിടെ സിബിൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന കാലേ വരി നിലത്തടിച്ചേരുന്നുള്ള. സിബിനെ ആണോ? അത് ഞാൻ ഇങ്ങനെ യൂഷ്വലായിട്ട് പറയുന്ന ഒരു സാധനമല്ല ലാലേട്ട. ആണോ മോനെ, അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞ് ലാലേട്ടൻ വീഡിയോ കാണിക്കുന്നു. ആദ്യം ഈ പറയുന്ന ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് കാലേ വരി ഞാൻ നിലത്തടിച്ചേനെ, എന്നെ ഇന്നലെ പുള്ളി അങ്ങേര് അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടോ, കാലേ വരി നിലത്തടിച്ചേനെന്ന് പറഞ്ഞ സംഭവം എന്നിട്ട് ഫ്യൂ അവേഴ്സ് ബിഫോർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് സിബിൻ ജിൻഡോയുടെ അടുത്ത് പറയുന്നത്, റസ്മിനെ നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ 2 ദിവസമായിട്ട് മിണ്ടാന്ന്, ഇനി എൻ്റെ മണ്ടേക്കാര വന്ന് ഞാൻ കാലേ വരി നിലത്തടിക്കും എന്ന് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന സാധനം കാണിക്കുന്നു. ജിൻഡോ തീർന്നു. അപ്പോൾ ജിൻഡോ പെട്ടെന്ന് ജിൻഡോ തീർന്നത്, സിബിൻ തീർന്നു. അപ്പോൾ സിബിൻ പെട്ടെന്ന് എന്നിട്ട് ഞാൻ യൂഷ്വലി പറഞ്ഞൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ജാസ്മിൻ പറയാണ് ലാലേട്ടാ, അപ്പോൾ ജാസ്മിൻ എന്താ പറയാനുള്ളത്? അപ്പോൾ ജാസ്മിൻ കലി കയറുന്നത്. അപ്പോൾ ജാസ്മിൻ പറയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ലാലേട്ടാ, മാനസിക പ്രശ്നം എനിക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് സിബിൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റസ്മിൻ പറഞ്ഞു അവർക്ക് മാനസിക പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ മാനസിക പ്രശ്നമൊന്നും ഇല്ല സിബിനെ. പിന്നെ കേസ് മാറ്റി കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടോ ജാസ്മിനെ? വേണ്ട ലാലേട്ടാ, ഞാൻ കേസൊന്നും മാറ്റി കൊടുക്കണില്ല. കാരണം നീതി കിട്ടൂല കേസ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ. സേഫ് ആക്കേണ്ടവരെ എങ്ങനെ ആയാലും സേഫ് ആകേണ്ടവർ എങ്ങനെ ആയിക്കഴിഞ്ഞാലും സേഫ് ആയിക്കൊണ്ടേയിരിക്കും. കാരണം അതാണ് അവരുടെ പവർ റൂമിൻ്റെ റൂൾ, അതാണ്. അപ്പോൾ ജിൻഡോ പറയാണ് പക്ഷെ ലാലേട്ടൻ ഞാൻ അങ്ങനല്ല, ഞാനിത് സ്വന്തമായിട്ട് പറഞ്ഞതാണ്, എന്നെ ആരും പറഞ്ഞ് പറയിപ്പിച്ചല്ല. അപ്പോൾ ലാലേട്ടൻ പറയാണ് നിങ്ങളെ വായി അല്ല എൻ്റെ വായിൽ നിന്നൊക്കെ വന്നു പോയല്ലോ. അപ്പോൾ നിങ്ങളെ വായിൽ നിന്ന് വരാത്ത കേസൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചിരിന്നാലാണ് മറ്റേ കേസ്, അതൊക്കെ പിന്നെ പറയാം. അപ്പോൾ അടുത്ത് നോറ പറയാം അപ്പം എന്തെങ്കിലും പണിഷ്മെൻറ്റ് വേണോ? അപ്പം ജാസ്മിൻ പറയണം 10 ഏത്ത ഇടിപ്പിക്കാം. അപ്പം നോറ എന്താ പറയുന്നത്, പണിഷ്മെൻറ്റ് വേണം ലാലേട്ടാ, ഏത്ത ഇടിച്ചാലോ എന്നുള്ള രീതിക്ക് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിക്കും എന്ത് പണിഷ്മെൻറ്റാണ് വേണ്ടതെന്നുള്ളത്, നമുക്ക് വന്നിട്ട് നടപ്പിലാക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് ലാലേട്ടൻ പണിഷ്മെൻറ്റ് ചോദിക്കുമ്പോൾ 3 ദിവസം പാത്രം കഴിവട്ടെ എന്ന് നോറ പറയുകയാണ്. അങ്ങനെ ഓക്കെ പറയിക്കുന്നു. പക്ഷേ ഈ പറയുന്ന സിബിന് ഭയങ്കരമായിട്ടുള്ള വിഷമമാവുന്നു ഈ പറയുന്ന ഇൻസിഡൻറ്റ്. കാരണം സിബിൻ മെൻ്റലി ഒരുമാതിരി ആയി പോകുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് നിങ്ങളെല്ലാവരും ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ലാലേട്ടൻ ഒന്ന് മാറി ഒരു പ്ലേറ്റ് മാറി. കാരണം ഇത്രയും നേരം ജാസ്മിൻ്റെയും ഈ പറയുന്ന നോറയുടെയും കൂടെയാണല്ലോ സിബിന് കൊടുക്കേണ്ടത് കൊടുത്തു, ഓക്കെ. പക്ഷേ ജാസ്മിൻ്റെയും നോറയ്ക്കും ഫേവർ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. പക്ഷേ മേക്കേഴ്സിന് തോന്നിയിട്ടുണ്ടാവും ലാലേട്ട പറഞ്ഞത് ജാസ്മിനും നോറയ്ക്ക് ഫേവർ ആണെന്ന് തോന്നിക്കാണോ, അലക്കി വിളിപ്പിക്കണം. ലാലേട്ട പോയിട്ട് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് കൊടുത്ത് വിട്ടാണ്. ലാലേട്ടൻ വന്നിട്ട് നിങ്ങളെല്ലാം എനിക്ക് ഒരുപോലെയാണ്, എനിക്കൊരു ഫേവറിസം ഇല്ല, ഞാൻ പ്രേക്ഷകരുടെ കൂടെയാണ്, ഞാൻ ഈ ഷോയുടെ ആങ്കർ മാത്രമാണെന്നൊക്കെ പറയുന്നു. എന്നിടത്ത് ശ്രീരേഖ ടാസ്ക് വായിക്കുകയാണ്. വേഷപ്പകർച്ച വേറൊന്നുമല്ല, ഓരോ ടീമിലെ ഓരോ ആൾക്കാർ വീതം ഗാർഡൻ ഏരിയയിൽ നിൽക്കണം. എന്നിട്ട് അവർക്കൊക്കെ അവരുടെ ടീമിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കണം. അവർ മാക്സിമം എത്ര ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് ദേഹത്തൂടെ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് മാക്സിമം ഡ്രസ്സ് ആവുന്ന ആൾ ജയിക്കും. അതാണ് ടാസ്ക്. ഇതിനകത്ത് സിബിന് പങ്കെടുക്കാൻ പറ്റത്തില്ല. സിബിൻ പവർ റൂമിൽ നിന്ന് ഔട്ട് ആയതുകൊണ്ട് ജിൻഡോയെ ഏത് ടീമിലേക്ക് എടുക്കണം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്സര പറയാണ് നമ്മുടെ ടീമിലോട്ട് എടുത്തോളാം എന്ന് പറയുന്നു, ക്യാപ്റ്റൻ ആയതുകൊണ്ട്. അങ്ങനെ ആ ടാസ്ക് നോറയും റസ്മിനും ഋഷിയും ശ്രീതുവാണ് മത്സരിക്കാൻ നിൽക്കുന്ന പ്രതിനിധികൾ. അവരുടെ ദേഹത്ത് ഡ്രസ്സ് ഇങ്ങനെ ഇടണം. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ടാസ്ക്കാണ്. നോറയുടെ ദേഹത്ത് 37 ഡ്രസ്സ്, റസ്മിൻ്റെ ദേഹത്ത് 35, ഋഷിയുടെ ദേഹത്ത് 20, ശ്രീതുവിൻ്റെ ദേഹത്ത് 19. സൂപ്പർ ടാസ്ക് ആയിരുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല എൻ്റർടൈൻ ആയിരുന്നു. നോറ ജയിക്കുകയാണ്. അങ്ങനെ നോറയ്ക്ക് ഗിഫ്റ്റ്. അപ്പം ഋഷി പറയാണ് അപ്പം ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഈ ടാസ്ക് നടക്കാൻ പോകുന്ന സമയത്ത് ബ്രേക്ക് പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ സിബിൻ നേരെ പോയിട്ട് പവർ റൂമിൽ ഇരിക്കുമ്പോൾ ബിഗ് ബോസ് വരാണ്. സിബിനെ ഇവിടെ ഇരിക്കാൻ പറ്റൂല, സാധനങ്ങളൊക്കെ പറക്കി ഇറങ്ങാൻ പറയുന്നു. അപ്പോൾ സിബിൻ ഒരുമാതിരി വിഷമിച്ചിരിക്കുമ്പോൾ ഋഷിയും പൂജയും ശരണിയും ജാൻമണി എല്ലാവരും കൂടി ആശ്വസിപ്പിക്കുകയാണ്. ആരെ? സിബിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ സിബിൻ പറയണം പക്ഷേ മെൻ്റലി ബ്രേക്കായി പോയത് ഭയങ്കര പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ സിബിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിയാണ് കിട്ടിയത്. കാരണം സിബിൻ്റെ മാനിപ്പുലേഷൻ ഗെയിം പൊളിഞ്ഞു. സിബിൻ ഇനി ഫ്രഷ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ പഴയ ഗെയിം സിബിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പഴയ ഗെയിം തീർന്നു പോയി. അപ്പോഴത്തേക്കും അതിനുശേഷമാണ് ഈ പറയുന്ന നോറ ടാസ്കിൽ ജയിക്കുന്നു. അപ്പം ഋഷി ഇങ്ങനെ വിഷമിച്ചിരിക്കും. എന്താ ഋഷി വിഷമിച്ചിരിക്കും? അത് ലാലേട്ടൻ നേരത്തെ സിബിനെ പുറത്താക്കിയപ്പോൾ എനിക്ക് സങ്കടം ആയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അത് പഴയ കാര്യമല്ലേ, അയാൾ ചെയ്തത് ശരിയാണോ? അല്ലല്ല. അപ്പോൾ എല്ലാവരും എനിക്ക് ഇവിടെ ഒരുപോലെയാണ്, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞാൽ പലരും ഇവിടെ അപ്പോൾ സിബിൻ അപ്പോൾ ഋഷി ഇളക്കിയാണ്. ഇവൻ മാത്രമല്ല ഇവിടെ പലരും ഇവിടെ ജസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പവർ ടീമിലിരിക്കുന്ന ആൾക്കാർ പലരും അത് കണ്ണടച്ച് പോകുന്നു. അങ്ങനെ ഒരു ലെവലിൽ നിന്ന് ബാക്കി ഇവൻ എന്തായാലും പെട്ടു. പരീക്ഷ പേപ്പർ എൻ്റെ തുണ്ടെന്തായാലും പിടിച്ചു, ഇനിയിപ്പോൾ അവൻ്റെ ബിറ്റൂടെ പിടിക്കട്ടെ എന്നുള്ള ഒരു ലെവലിൽ. ഇപ്പോൾ ലാലേട്ടൻ പറയാണ് നിങ്ങൾ അതുപോലെ അല്ലല്ലോ, പവർ ടീമിലിരിക്കുന്ന ഒരാളല്ലേ, പവർ ടീമിലിരിക്കുന്ന ഒരാളാണല്ലോ സിബിൻ, ബാക്കിയുള്ളവർ ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അല്ലല്ലോ. അപ്പം പവർ ടീമിലിരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് പവർ ടീമിൽ നിന്ന് പുറത്തായത്. ലാലേട്ടൻ ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല എന്ന് പറഞ്ഞിട്ട് നോറയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ലാലേട്ടൻ്റെ സൈൻ ചെയ്ത ഒരു ടീഷർട്ടാണ്. അതിനുശേഷമാണ് എവിക്ഷൻ. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇത്തവണ ഔട്ട് ആകുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. 4 പേരെടുത്ത് ആക്ടിവിറ്റി ഏരിയയിൽ പോകാൻ പറയുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ 4 പേര് പോകുന്നു. ഋഷി, നോറ, അൻസിബ, ശരണ്യ. അപ്പം നടുക്കൊരു ക്യാമറ വെച്ചിട്ടുണ്ട്, 4 കസേര ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ കറങ്ങി പച്ചവെട്ടന്മാരുടെ ദേഹത്ത് അടിക്കുന്നു, അവർ സേവ് ആവും. ചോപ്പ് അടിക്കുന്ന ആൾ
എവിക്റ്റ് ആവും. പക്ഷേ പച്ച സേവ് ആവുന്നത് ഇന്നത്തേക്ക് മാത്രമാണ്, നാളെ വീണ്ടും ഒന്നുകൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പച്ച റൗണ്ടിങ് ലൈറ്റ് ഇങ്ങനെ കറങ്ങുവാണ്, അത് നേരെ നോറയുടെ ദേഹത്തടിക്കുന്നു, നോറ സേവ് ആവുന്നു. അപ്പോൾ നോറ അകത്ത് പോയിട്ട് അതിന് പകരം വേറൊരാളെ വിടാൻ പറയുന്നു. അങ്ങനെ അഭിഷേക് ശ്രീകുമാർ വരുന്നു. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ, ഋഷി, അൻസിബ, ശരണ്യ ഇവർ 4 പേരും ആവുന്നു. ഋഷി സേവ് ആവുന്നു, അടുത്ത് ശരണ്യ സേവ് ആവുന്നു, അഭിഷേക് ശ്രീകുമാർ സേവ് ആവുന്നു. അപ്പോൾ ഓരോരുത്തർ വന്നും പോയി നിൽക്കുകയാണ്. ശ്രീരേഖ സേവ് ആവുന്നു, ശ്രീതു സേവ് ആവുന്നു. അപ്പോൾ ശ്രീതു പറയണം അടുത്ത ആഴ്ച എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്നുണ്ട്, പക്ഷേ ഈ ദിവസമാണ് സേവ് ആയത്, നാളെ ഇനി എവിക്ഷൻ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത അവസാനം ജിൻഡോ സേവ് ആവുന്നു. ലാസ്റ്റ് അൻസിബയും ജാൻമണി മാത്രമാവുന്നു. അൻസിബ പറയാണ് ഇത്രയും ദിവസം എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യം, പിന്നെ ഞാനിവിടെ ഗെയിമൊന്നും കളിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അപ്പോൾ ജാൻമണി പറയണം മലയാളികൾക്ക് ഒരുപാട് നനി ഉണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെ ജാൻമണിയുടെ ദേഹത്ത് ചോപ്പ് അടിക്കുന്നു, ജാൻമണി എവിക്റ്റ് ആവുകയാണ്. അൻസിബ ഭയങ്കര കരച്ചിലാണ്, അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ജാൻമണി പുറത്തു വന്ന് ഭയങ്കരമായ കരച്ചിലാണ്, കഴിഞ്ഞ ആഴ്ചയുടെ യമണ്ടൻ കരച്ചിലാണ്. ജിൻഡോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്ക്രീനിൽ കൂടി ജിൻഡോയും ഭയങ്കര, വീട്ടുകാർ ഫുള്ള് കരച്ചിൽ, ജിൻഡോ ഭയങ്കര കരച്ചിൽ, ജാൻമണി ഭയങ്കര കരച്ചിൽ. ജാൻമണി എല്ലാവരും ആശ്വസിപ്പിച്ച് ഒരു വിധം കൊണ്ടുവരുന്നു, കരഞ്ഞുകൊണ്ട് ഭയങ്കരമായ കരച്ചിലോട് കൂടി ജാൻമണിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടുന്നു. ജാൻമണി ജിൻഡോയും കൂടെയൊക്കെ പോകുന്നതൊക്കെ കാണണം, നല്ല സെറ്റായിട്ട് പെയറായിട്ട്. അപ്പം ജിൻജാൻ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കരഞ്ഞുകൊണ്ടാണ് ജാൻമണി അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇത്രയും കരഞ്ഞിറങ്ങുന്ന ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റിനെ ഞാൻ കണ്ടിട്ടില്ല മലയാളം ബിഗ് ബോസിൽ. ഹിന്ദിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജാസ്മിനും അലിഗോണിയും കൂടെ സീസൺ 14 ആണോ 14 കണ്ടിട്ടുണ്ട്. ജാസ്മിനും അലിഗോണിയും അവർ ഭയങ്കര പ്രണയ ജോഡികളായിരുന്നു. അപ്പം ജാസ്മിൻ 100ാമത്തെ ദിവസം, അത് 150 ദിവസമുള്ള ബിഗ് ബോസ് ആയിരുന്നു, ബിഗ് ബോസ് 40, 140 എന്തോ. അപ്പം ജാസ്മിനകത്ത് ജാസ്മിൻ ബസീർ കരഞ്ഞുകൊണ്ടിറങ്ങുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അലിഗോണി ഭയങ്കര കെട്ടിപ്പിടിച്ച് ഭയങ്കര 100ാമത്തെ ദിവസം വിക്റ്റ് ആവേണേ. അങ്ങനെ 150 ദിവസമുള്ള ബിഗ് ബോസ് ആയിരുന്നത്. ബിഗ് ബോസ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എപ്പിസോഡ് ഉള്ളത് അതിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പോൾ അങ്ങനെ ആ സെയിം സംഭവം പോലെ ജാൻമണി എവിക്റ്റ് ആവുന്നു, ഭയങ്കര കരച്ചിൽ. അടുത്ത് ജാൻമണി സ്റ്റേജ് വരുന്നു, വീണ്ടും ലാലേട്ടൻ അവിടെ നിന്ന് ലാലേട്ടൻ എന്നെ തിരിച്ച് പറഞ്ഞു വിടും. അപ്പം ജാൻമണി ഇതൊരു ഗെയിമാണ്, അപ്പം നിങ്ങൾ എവിക്റ്റായി, നിങ്ങളൊരു നല്ല മത്സരാർത്ഥിയാണ്, പക്ഷേ മത്സരം ഇങ്ങനെയാണ്, നിങ്ങൾ ഇത്ര ദിവസം കളിച്ചു, മലയാളികൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന് ലോകമെമ്പാടുള്ള ആൾക്കാർക്ക് നിങ്ങളെ അറിയാം, കൊച്ചുകുട്ടികൾ വന്ന് വലിയ ആൾക്കാർ വരെ നിങ്ങളെ കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണിയുടെ ഒരു റീല് കാണിച്ചു കൊടുക്കുകയാണ് ലാലേട്ടൻ. എനിക്ക് പറ്റില്ല, ഇവിടെ എനിക്ക് വന്ന് വീട്ടിൽ പോകണം, എനിക്കിവിടെ പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം, ഇങ്ങനത്തെ ആൾക്കാരോട് കൂടി കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. രണ്ട് ചേച്ചി പുറത്ത് പോകട്ടെ, അവിടെ പവർ ടീം ഇല്ലല്ലോ, മീഡിയയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ വലിച്ച് കീടും ഞാനിങ്ങനെ. അവിടെ സൗണ്ട് പോയാൽ പോലെ അതിക്ക് മേളെ വേണം എനിക്ക്, അവൾ ജീവിതകാലം മുഴുവൻ കരഞ്ഞു നടക്കും എന്നൊക്കെ പറയുന്ന ജാൻമണിയുടെ റീൽസ്, എന്താ പറയുക, വൈറലായിട്ടുള്ള സാധനങ്ങൾ. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് 2006 മുതൽ എന്ന് പറയുന്ന ആ സാധനമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ റോഡിൽ തട്ടിമുട്ടിയിരിക്കുന്ന ആളല്ല, എനിക്ക് ഒരു ക്ലാസ് എന്നോട് സംസാരിക്കണമെങ്കിൽ മടിയടിക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഞാൻ അതുപോലെ സംസാരിക്കും എന്ന് പറയുന്ന സാധനമെല്ലാം ജാൻമണി പറയുന്നതൊക്കെ പലരും റീലാക്കി ചെയ്തിരിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ജാൻമണിയുടെ ജേണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. സൂപ്പർ. ജാൻമണിയെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ പേഴ്സണലി ഇപ്പോൾ എവിക്റ്റ് ആവേണ്ട ഒരാളല്ല. ജാൻമണിയുടെ പ്രാക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ജാൻമണി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു, അല്ലേ? ജാൻമണി സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. കാരണം ബിഗ് ബോസ് 17 സീസണും കണ്ടൊരു വ്യക്തിയാണ്, അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിരുന്നു. പക്ഷേ ജാൻമണി എവിക്റ്റായി. ഈ പ്രാക്ക് ഒഴിച്ചിരുന്നെങ്കിൽ ജാൻമണിക്ക് പിടിച്ച് നിൽക്കുന്ന ആ പ്രാക്കിലാണ് ജാൻമണി നെഗറ്റീവ് ആയത്. പിന്നെ കുറച്ച് ഗ്രഡ്ജും ഈ സാധനങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ജാൻമണിക്ക് സൂപ്പറായിട്ടും ഈ പറയുന്ന 78 ഡേയ്സ് മാക്സിമം പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു ലെവൽ ഗെയിം വെച്ച് പിന്നീട് ഗെയിം മാറുവാണെങ്കിൽ ഓക്കെ. അതിനുശേഷം ജാൻമണി വന്ന് കരയുമ്പോഴത്തേക്ക് പവർ ബാഡ്ജ് ഇരിക്കണം, ഈ പവർ ടീമിൻ്റെ ബാഡ്ജ് ആർക്ക് കൊടുക്കും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് ഊരിയിട്ട് എനിക്ക് ശ്രീരേഖ ചേച്ചിക്ക് കൊടുക്കണം എന്ന് ലാലേട്ടൻ്റെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രീരേഖ പവർ ടീമിലേക്ക് വരുന്നുണ്ട്. അവിടെ നിന്നും വീട്ടുകാരെ സ്ക്രീനിൽ കാണുമ്പോഴും ജാനു കരച്ചിലാണ്, ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് ജാൻമണി പൊയ്ക്കോളൂ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നെല്ലാം പറയുന്നു. അപ്പം നാളെ ഇനി എവിക്ഷൻ ഉണ്ട്, വരാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോകുന്നു. അപ്പോൾ നാളത്തെ പ്രൊമോ ഒന്നും കാണിച്ചിട്ടില്ല, കാരണം സംഭവം എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വീക്കെൻഡ്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, സൂപ്പർ വീക്കെൻഡ് ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ജാസ്മിനെ നോറയും കുറച്ച് എക്സ്ട്രാ സപ്പോർട്ട് ചെയ്തല്ല തോന്നി. സിബിൻ്റെ ഗെയിമൊക്കെ പൊളിച്ചതും ഒക്കെ, പക്ഷേ ജാസ്മിനും ഈ പറയുന്ന നോറയും എക്സ്ട്രാ കുറച്ച് സപ്പോർട്ട് ചെയ്തു. ഗബ്രിയുടെ കാര്യമൊന്നും തൊട്ട് തീണ്ടി പോലും ഇല്ല, സായി അഭിഷേക് ശ്രീകുമാറിനെ മൈൻഡ് ചെയ്തു പോലും ഇല്ല. ആ ഒരു ലെവലിലോട്ട് പോയി. നമുക്ക് നാളെ നോക്കാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നാളെ 42th ഡേ ആണ്. അപ്പം നാളത്തെ അപ്ഡേറ്റുമായിട്ട്, നാളത്തെ ബിഗ് ബോസിൻ്റെ പ്രൊമോ വരട്ടെ, അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇനിയിപ്പോൾ സിജോ വരാനൊക്കെ സമയമായി. സിജോ ഇനിയിപ്പോൾ മിഡ് വീക്ക് ആകുമ്പോൾ കയറുമെന്നാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരപ്പോൾ നിങ്ങൾ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് എന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.